ന്യൂ മെമ്പർ ന്യൂ മെമ്പർ നമ്മൾ അതിന്റെ ഇടക്ക് പല കാര്യത്തിലും ഇതായി പോയി, ഡീവിയേറ്റ് ആയി പോയി. സോറി. ഓക്കെ, എല്ലാവർക്കും മാറി ബ്രോ. എല്ലാവരും മാറി, അങ്ങോട്ട് പോ. ഓക്കെ, എഡിറ്റർ Guys, introducing MRG's new editor, Akhil. Full പേരെന്താ? Akhil Binoy. Let's go. ബിഗ് ഡബ്ല്യു എല്ലാവരും ബിഗ് ഡബ്ല്യു കൊടുക്കുക. അഖിലിന് ഒരു ബിഗ് ഡബ്ല്യു കൊടുക്കുക. ഞാനൊരു കാര്യം പറയാം. അതിന് മുന്നേ ആദ്യം അഖിലിന്റെ കാര്യം പറയുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാർക്ക് ബിഗ് ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. അഖിലിന്റെ അതേ ലെവലിൽ അത്രയും എക്സ്ട്രീം പ്രോ ആയിട്ടുള്ള എഡിറ്റേഴ്സ് കമ്പീറ്റ് ചെയ്തു. ഭയങ്കര ഒരു മത്സരമായിരുന്നു സത്യം പറഞ്ഞാൽ. അത്രയും സ്കില്ലഡ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 13 പേരാണ് ഇവിടെ വന്നിട്ട് എഡിറ്റർ ആകുമ്പോട്ട് മത്സരിച്ചിട്ട് പോയത്. ഓക്കെ, അപ്പം അതിന്റെ അഖിലിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അഖിലിന്റെ സ്കിൽസ് തന്നെ. പക്ഷെ അഖിലിന്റെ അതേ സ്കിൽസ് ഉള്ള വേറെ 2 പേരും കൂടെ ഉണ്ട്. ഞാൻ ഈ 13 പേരിൽ നിന്ന് 3 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് അഖിലിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിന്റെ ലക്ക് ഭയങ്കര ലക്ക് എന്ന് പറയാൻ പറ്റില്ല. നിന്റെ സ്കില്ലും കൂടിയും കണക്കിലെടുത്തിട്ട് തന്നെയാണ് നിരത്തിയിട്ടുള്ളത്. അപ്പം ഓക്കെ, ബിഗ് ഷൗട്ട് ആദ്യം തന്നെ ബിഗ് ഷൗട്ട് ഔട്ട് പറയാനുള്ളത് സൂപ്പർ എഫ് സി. ബിഗ് ഷൗട്ട് ഔട്ട് സൂപ്പർ എഫ് സി. എക്സ്ട്രീംലി സ്കിൽഡ് ആണ് ആള്, നല്ല സ്കിൽഡ് ആണ്. പക്ഷെ ഞാൻ മൊത്തത്തിൽ കമ്പയർ ചെയ്താൽ നമ്മൾ സ്കില്ല്, ക്യാമറ സ്കിൽസ്, എഡിറ്റിംഗ് സ്കിൽസ്, നമ്മളൊന്നിച്ചുള്ള വൈപ്പ് എല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു തുള്ളി കൂടിയായിട്ട് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് നോ ഹാർഡ് ഫീലിങ്സ്, എസ്പെഷ്യലി ടു സൂപ്പർ എഫ് സി. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞാൽ ആൽബിൻ എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങും ക്യാമറയും അതെല്ലാം പോട്ടെ, നമ്മളുമായിട്ട് ഇവിടെ വന്നിട്ട് അത്രയും വൈബ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ വൈബായിട്ട് സെറ്റായ ഒരാളെന്ന് പറഞ്ഞാൽ ആൽബിൻ എന്ന് പറഞ്ഞൊരു എഡിറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മളായിട്ട് സെറ്റായതാണ് ഓന്. ഓക്കെ, ബിഗ് ഷൗട്ട് ഔട്ട് ആൽബിൻ. പിന്നെ പറയാ, പിന്നെ ഇവർ രണ്ടുപേർക്കാണ് മെയിനായിട്ട് ഷൗട്ട് ഔട്ട് കൊടുക്കാനുള്ളത്. പിന്നെ നിനക്ക് ചവിട്ട് കൊടുക്കവർക്ക് ഷോ വർക്കെല്ലാം വഴിയെ കാണുന്നതാണ്. ഓക്കെ, നമ്മൾ മൊത്തം ചെക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് എടുത്തത്. എഡിറ്റിങ്ങിൽ അത്രയും എക്സ്ട്രീം പ്രോ ആണ് ഇവൻ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പ്രോ ലെവൽ എഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവൻ ഹാർഡ് വർക്കറാണ് രണ്ടാമത്തെ കാര്യം. കൊടുക്കട്ടെ ഒന്നും കൂടെ. എന്താടാ ഞാൻ ഉള്ള കാര്യമല്ല പറയും, ഞാൻ ഹാർഡ് വർക്കറല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ മർജിൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന മർജ് ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസ്, എൻ്റെ വീഡിയോ ആയിക്കോട്ടെ മർജ് ഗ്യാങ്ങിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം എഡിറ്റ് ചെയ്യുന്നത് അഖിലായിരിക്കും. അഖിലിന് വർക്ക് കൂടുതലുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ലൈവും ഇതും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇനി അധികം വ്ളോഗും കാര്യങ്ങളും കൂടുതലുണ്ടാവും. അപ്പം വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ഒരാളെയും കൂടി ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് തരും. അല്ലാണ്ട് മർജിലേക്ക് എടുക്കുന്നതായിട്ട് പെർമനൻ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് വർക്കിന് ഒരു ഹെൽപ്പർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കായിട്ടോ ഞാൻ ആളെ ഇതാക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അഖിൽ ബ്രോ. ഞാൻ അമ്മേനെ വിളിച്ചു. എങ്ങനെ വിളിച്ചു പറഞ്ഞു? കൺഫേമാ നിന്റെ എടുത്തു? ഇവനിപ്പം വിശ്വസിക്കാൻ ഇവന് വന്നിട്ടില്ലേ? നമ്മളിത് എടുത്തെന്ന് പറയുമ്പോ ഇവന്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇവനിത് വിശ്വസിക്കുന്നില്ല. ഇവൻ വിശ്വസിക്കുന്നില്ല. ഇവനെ ഇതിലേക്ക് എടുത്തെന്ന് വിശ്വസിക്കുന്നില്ല. സാലറി എടാ സാലറി ഇതൊന്നും ചോദിക്കില്ല. ഞാൻ കൂടെ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇവിടെയുള്ള ബാങ്ക് ബാലൻസ്, സാലറി, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഓക്കെ, സാലറി ഒരു ക്ലൂ കൊടുത്തോ, സാലറിക്ക് ഒരു ഏകദേശം അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം അത്രയും ആൾക്കാർ ഇവിടെ വന്ന് ട്രയലിന് ഇതെല്ലാമായിട്ട് പോയതാണ്, മനസ്സിലാവും. അങ്ങനെ സാലറി ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അത്ര വലിയ സാലറി ഒന്നുമില്ല. ബാക്കി സെലക്ട് ചെയ്യാത്ത എഡിറ്റേഴ്സും കൂടി അറിയാനാണ് പറയുന്നത്. അത്ര വലിയ സാലറി ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, എന്തായാലും 1 lakhിൻ്റെ താഴെയാണ്. ഓക്കെ, 5 ഒക്കെ ആണ്. ഓക്കെ, 1 lakh 1 ലക്ഷത്തിന് മുകളിലൊന്നുമില്ല സാലറി. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇൻട്രൊഡ്യൂസിങ് അഖിൽ ബിനോയ് ടു MRG. അപ്പം എന്താണ് എന്നിട്ട് എന്താ തോന്നുന്നത്?
നീ എന്താ വീട്ടിൽ നിനക്ക് വീട്ടുകാരെ കുറിച്ച് മാത്രമേ വീട്ടുകാരെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ കേട്ടോ. ഇവൻ വന്ന് ഇവനെ കണ്ടതിൽ ഇവനുമായിട്ട് എനിക്ക് അട്രാക്ട് ആകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ വീട്ടുകാരെ കുറിച്ചാണ് മെയിൻ സംസാരിക്കുക കേട്ടോ. ഇപ്പം വീട്ടിൽ വിളിക്കണം, വീട്ടിലെന്തായി, ഇടക്കിടെ വീട്ടുകാരാണ് ഇവന്റെ മെയിൻ. മനസ്സിലായോ? അങ്ങനത്തെ ആൾക്കാരെ ഇതാക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മനസ്സിന് ശുദ്ധിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റൂടാ. കാര്യം പറയാലോ 50K ആണല്ലോ, 50K മുകളിലാണ്. അല്ല അങ്ങനെ ഇത് സാലറി ഒന്നും റിവീൽ ഇല്ല, സാലറി റിവീൽ ഒന്നുമില്ല. അപ്പൊ എനിവേസ് ചേഞ്ച് നെയിമോ ചേഞ്ച് പേര് മാറ്റണോ? MRC അഖിൽ, അത് കുഴപ്പമൊന്നുമില്ല. MRC അഖിൽ നല്ല പേരല്ലേ, മാറ്റണോ? പേര് മാറ്റണോ? MRC എഡിറ്റർ എന്നായിക്കോ അല്ല MRC അഖിൽ എന്നാക്കോ? എന്താ നിന്റെ തീരുമാനം? ഇവൻ ഭയങ്കര ഇൻട്രോട്ട്. നീ കുറച്ച് ഇങ്ങോട്ടിരുന്ന് ഒരു കസേര കൊടുത്തേ ചെക്ക് ഇരിക്കട്ടെ, ഒരു 2 മിനിറ്റ് സംസാരിക്കട്ടെ. ഇവല്ലോ നിനക്കുള്ളത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറ. കൈ വറക്കല്ല എടാ പാവ, അങ്ങനെ വറക്കല്ല. നീ ഇങ്ങനെ മറക്കല്ല, നീ ഒരു അഗ്ഗതാ, ഒരു അഗ്ഗ. അപ്പൊ ശരിയാവും. അല്ല ഓനാക്കിയതാ ചിലപ്പോ നിനക്ക് പേടി കൂടും. പേടി മാറണമെങ്കിൽ എന്നെ ആക്കിയാണ്. റിലാക്സ് ചെയ്ത് കട്ട നല്ലോടെ കട്ട ജിമ്മിൽ പോകണ്ട. ഡെയിലി ഡെയിലി ജിമ്മിന് വന്ന ഒരാളാ. നിനക്ക് ഡിസിപ്ലിൻ ഉള്ള കൂട്ടത്തിലാ നീ കുറച്ച്? അതായത് ഡയറ്റ് നോക്കുന്നുണ്ട്, പിന്നെ ഫുഡ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകും. പിന്നെ ഡയറ്റ് അന്ന് ട്രയലിന് വന്നപ്പോ ഇവൻ ഫസ്റ്റ് ട്രയലിന് അന്നൊന്നും സെക്കൻഡ് അല്ലേ, സെക്കൻഡ് വന്നല്ല സെക്കൻഡ് ട്രയല്, സെക്കൻഡോ തേർഡും കണ്ടേ? തേർഡാ? അന്ന് നീ ഡയറ്റ് ഒന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ല. അന്ന് എനിക്ക് ഇഞ്ചുറി ആയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇഞ്ചുറി ആയിട്ട് കേറിയില്ല, ബാക്ക് ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചാറ്റ് അതാ പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ കോളമ്മ അമ്മനെ വിളിച്ച് പറയണോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടില്ല, വീട്ടിലാർക്കും അറിയത്തില്ല. വിളിച്ച് പറ, എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ലൈവ് ഇല്ല, ഞാൻ അമ്മ ഉറങ്ങുമായിരിക്കും. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓക്കെ. എന്നാ പിന്നെ വിളിക്കും, അമ്മനെ വിളിക്കും. അമ്മനെ വിളിച്ച് പറയട്ടെ. എഡിറ്റർ അതർ എബിലിറ്റീസ്. ഇവന് എഡിറ്റിംഗ് ക്യാമറ. ഹലോ, ഞാൻ അമ്മയുടെ കൊടുക്കൂ. അമ്മച്ചിട്ട് കൊടുക്കുവോ? ഹലോ അമ്മച്ചി ലൈവ് ഒന്ന് നോക്കൂ. അവിടെ പറയാ തൊപ്പിട്ട് ലൈവ് ഒന്ന് എടുക്കാൻ പറയാമോ? എങ്ങനെ? ഞാൻ പുറത്ത് മൂടി ഇരിക്കുവാ. എന്നാ പറ്റി? തണുപ്പല്ലേ, മഴയായിരുന്നു. നോക്ക്. ആ നോക്കാം. കാണുവാ? അതെ, ആ TV കാണുവാടാ, കണ്ടോണ്ടിരിക്കുവാ. നാണൊന്നും വേണ്ട, നല്ല സ്റ്റഡി ആയിട്ട് നിന്നോ. നാണൊന്നും വേണ്ട, നല്ല സ്റ്റഡി ആയിട്ട് നിന്നോ. അല്ല അമ്മച്ചി, എന്തോ? ഹായ്, സുഖാണോ? സുഖം. ആരൊക്കെ ഉണ്ട് അവിടെ? ഒരു മൂത്ത ഏട്ടനുണ്ട്, വൈഫുണ്ട്, ഞാന്. അച്ഛനോ? അച്ഛനുണ്ട്, വന്നില്ല. ആണോ? അപ്പം സംഭവം എന്താന്ന് വെച്ചാ അമ്മച്ചിന്റെ മോന നമ്മളിവിടെ ജോലിക്ക് എടുത്തു. എനിക്ക് ലാപ്പ് വാങ്ങി തന്നതിന് താങ്ക്സ് ഉണ്ട്. എനിക്ക് ലാപ്പ് വാങ്ങി തന്നതിന് താങ്ക്സ്. എനിക്ക് എവിടെയും പറയണമെന്നുണ്ടായിരുന്നു. സത്യമായിട്ടും കൈയൊന്നും വേണ്ട, നന്നായിട്ടിരിക്കണം കേട്ടോ. ഓക്കേ. അപ്പൊ ഓക്കെ അമ്മ, കാണാം. ബൈ. അമ്മച്ചിന്റെ മോനയുടെ കൈയൊക്കെ വറച്ചിരിക്ക. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പോരാ. ഓക്കെ. ആരാ? ചേട്ടനാ? അമ്മ വന്നപ്പോ ലാപ്പ് മേടിച്ചെന്ന് അത് കണ്ടല്ലോ നിറഞ്ഞിടാ പാവം. ഞാനൊരു കാര്യം പറയാം, ഇത് നിന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും മുത്തേ. അത് ഞാൻ ഉറപ്പ് തരാം. ആ കാര്യം പറയാലോ. നീ
നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി, മനസ്സിലാവും. ഈടെ നീ നമ്മളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. ഇനി നീ വേറെ പേടിയൊന്നും വേണ്ട, നിന്നെ നമ്മൾ നാളെ പുറത്താക്കുക അങ്ങനത്തെ സാധനങ്ങളൊന്നും, അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. കാരണം മനസ്സിലാവും. വീട്ടില് ഇപ്പൊ എന്താ പറയാ, ആരും അങ്ങനെ കോട്ടയത്തിന്റെ വെളിയിൽ അങ്ങനെ ഒന്നും പോയിട്ടില്ല. അപ്പോ എനിക്കെന്തോ ഞാൻ വണ്ടി ഇടിച്ചിരുന്നപ്പോൾ എനിക്ക് അമ്മ ലാപ്പ് എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. വണ്ടി അടിച്ചിടന്ന ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കാർ എഡിറ്റ് ഒക്കെ ചെയ്തോണ്ടിരുന്നു, ഫോണില്ലായിരുന്നു. അപ്പൊ എനിക്ക് നോക്കിയിട്ട് ഫോൺ ചൂസ് ചെയ്യുന്നതിൽ നല്ല എന്തുകൊണ്ടും ലാപ്പാന്ന് തോന്നി. കാരണം ഫോണിനകത്ത് എന്തേരം ചെയ്യാൻ പറ്റും, ലിമിറ്റ് ഉണ്ട്. പക്ഷെ ലാപ്പിൽ ഞാൻ അപ്പോഴാണ് ആഫ്റ്ററും പ്രീമിയറും ഒക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ലാപ്പ് ഓൺ ആക്കാൻ അറിയത്തില്ല. സ്വന്തമായിട്ട് പഠിച്ചാണോ? അമ്മ EMI ഇട്ട് തന്നു. പിന്നെ ഞാൻ കേറ്ററിങ്ങിനൊക്കെ പോയിട്ട് ബാക്കി പൈസ അടച്ചു. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോഴ്സ് ഇതൊന്നും പഠിക്കാണ്ട് പഠിച്ചിട്ടില്ല, സ്വന്തമായിട്ട് പഠിച്ചു. ബ്രോ സാറ്റ് അതൊരു ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാര്യമുള്ള സ്വന്തമായിട്ട് അത്രയും കോഴ്സും ഇതും പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ പഠിച്ചിട്ട് പോയിട്ട് എഡിറ്റ് ചെയ്യുന്നവരെക്കാളും പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യും. അത് സ്വന്തമായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ഡിറ്റർമിനേഷൻ വേണം ബ്രോ. കാര്യം പറയാലോ, അതും കൂടി കാരണമാണ് നീ ഇവിടെ എത്തിപ്പെട്ടതെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാലും MRC ആർക്കും എന്ത് പ്രശ്നം വന്നാലും MRC എപ്പം കൂടെ ഉണ്ടാവും. അത് എന്തുണ്ടായാലും. അപ്പൊ നിന്നെ പുറത്താക്കുന്നുള്ള പേടിയൊന്നും നീ വേണ്ട, മനസ്സിലായി. അൺലെസ് നീ ആരെയും കുത്തിക്കൊന്നിട്ട് വരരുത്. അത് വേറെ കാര്യം. അങ്ങനെയൊന്നും സംഭവിക്കാത്തിടത്തോളം കാലം നമ്മളെപ്പോഴും ഉണ്ടാവും. ഒരിക്കലും നിന്നെ ഇവിടുന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാവുന്ന ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ പ്രോമിസ് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു MRC. ഓൾ ദി ബെസ്റ്റ്. Guys, a big W to അഖിൽ. ഇനി അങ്ങോട്ട് MRCന്റെ എഡിറ്ററായിട്ട് MRCയിലെ ഒരാളായിട്ട് MRCയിലെ ന്യൂ മെമ്പർ അഖിൽ ഇവിടെ ഉണ്ടാവും. അഖിൽ ഇവനെ അഖിൽ മാരാറെന്ന് വിളിച്ചാലോ നമുക്ക്? വിൻ യെസ് പറ. വിൻ ഇവൻ വിൻ ചെയ്തടാ. ഇവൻ എഡിറ്റിംഗ് കോമ്പറ്റീഷൻ ഇവൻ വിൻ ചെയ്തത് നമ്മള് എഡിറ്ററാണ്. ഇവനാണ് ശരിക്കും വെറുതെ എല്ലാ ദിവസവും W ഇടുന്നത്. ഇവനാണല്ലേ ശരിക്കും W ഡിസൈവ് ചെയ്തത്. ശരിക്കും W ക്ക് അർത്ഥം വന്നല്ലേ? ഇവനല്ലേ ഇപ്പൊ വിൻ ചെയ്തത്. W ക്ക് അർത്ഥം വന്ന ഇവനല്ലേ? മൂത്രപ്പരയില് W ആയിരുന്നു. ഞാൻ തന്നെ ഇമോഷണൽ ആണ്. എനിക്കെന്നെ സങ്കടം വരുന്നത് കാര്യം. അല്ലാ. ഓക്കെ, വേറൊരു കാര്യമുണ്ട്. പുതിയ എഡിറ്ററിന് എൻ്റെ വക പൊളിച്ചോ. ഇതാവുമ്പോ നമുക്ക് കൂടി ഇതും കൂടി ഇവനിൽ ഷൂട്ട് ചെയ്യാം. അല്ല, ഇത് നിനക്ക് ഞാൻ തരുന്നതാണ് കേട്ടോ. അല്ല, ഇതില് നിനക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ സാധനങ്ങൾ വേണമല്ലോ. ഇവിടെ പണിയെടുക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധനം വേണമല്ലോ. അപ്പൊ അതും കൂടി ചിന്തിച്ചിട്ട് ഞാൻ വാങ്ങിയതാ. പൊളിച്ചോ. കൈ നോക്കി വല്ലേ കൈ ഷോ എഡിറ്റോ അവിടെ പോയിരുന്നു വിളിച്ചോ. അവിടെ റിലാക്സ്. നിന്റെ കൈ പറയലൊന്നും മാറട്ടെ. ഓനൊന്ന് ഇതാക്കണം, അവനൊന്ന് കംഫർട്ട് ആക്കിയ. ഷോ ഹിസ് എഡിറ്റ് എന്ന് പറയുന്നുണ്ട്. എടാ, എഡിറ്റ് ചെയ്ത ക്ലിപ്സ് ഏതെങ്കിലും ഇപ്പൊ കാണിക്കണോ അതോ ഇനി അങ്ങോട്ട് ചെയ്യുന്നത് കണ്ടോ?